CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ജഗ്മതി സാങ്വാനെ പുറത്താക്കി. പാർട്ടി അച്ചടക്ക ലംഘനം നടത്തിയതിനാണ് നടപടി. ഇത് സംബന്ധിച്ച് പാർട്ടി വാർത്താക്കുറിപ്പ് ഇറക്കി. ബംഗാളിലെ CPIM കോൺഗ്രസ് ധാരണയുടെ പേരിൽ രാജിവെച്ചതായി ജഗ്മതി സാങ്വാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. I am resigning from CC and party membership in protest against what the decision has been made by the PB over here today regarding the political tactical line adopted in the electoral battle of West Bengal. The decision is that their position was not in consonance with the Party Congress line, PTL, political tactical line. Yeah. Whereas I feel it was a violation. I am കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് അപ്രതീക്ഷിത ചില സംഭവ വികാസങ്ങൾ. എന്താണ് ഏറ്റവും പുതിയ വിവരം? അഞ്ചു പാർട്ടിയുടെ അച്ചടക്ക ലംഘനം നടത്തിയതിന്റെ പേരിലാണ് ഇപ്പോൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായ ജഗ്മതി സാങ്വാനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും കേന്ദ്ര കമ്മിറ്റി പുറത്താക്കിയിരിക്കുന്നത്. പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും പുറത്ത് ഇറങ്ങി വരികയും പരസ്യ പ്രതികരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യ പ്രതികരണവും നടത്തുകയും ചെയ്തു എന്ന് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് 2 ദിവസമായി കേന്ദ്ര കമ്മിറ്റിയിൽ നടക്കുന്നത്. ഈ ചർച്ചയിൽ തന്നെ പശ്ചിമ ബംഗാൾ ഘടകം പാർട്ടി നയത്തിന് യോജിച്ച രീതിയിലല്ല തിരഞ്ഞെടുപ്പ് തന്ത്രം രൂപീകരിച്ചത് എന്നുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. ഭൂരിപക്ഷം അംഗങ്ങളും അത്തരത്തിലുള്ള ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഈ അഭിപ്രായങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് രാവിലെ പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്ന് ഇതിനുള്ള മറുപടി തയ്യാറാക്കുകയും ചെയ്തു. ഈ മറുപടിയിലും പശ്ചിമ ബംഗാൾ ഘടകം പാർട്ടിയുടെ നയത്തിന് യോജിച്ച രീതിയിലല്ല കോൺഗ്രസുമായി സഹകരണം ഉണ്ടാക്കിയത് എന്നുള്ളത് പോളിറ്റ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഈ കാര്യങ്ങൾ പാർട്ടി അംഗീകരിച്ചു. അതിനിടയിലാണ് എല്ലാവരും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെല്ലാം തന്നെ കൈ ഉയർത്തി ഈ തീരുമാനം അംഗീകരിച്ച സമയത്താണ്, ചർച്ചയ്ക്കുള്ള മറുപടി അംഗീകരിച്ച സമയത്താണ് ജഗ്മതി സാങ്വാൻ മാത്രം കൈ ഉയർത്താതെ കമ്മിറ്റിയിൽ നിന്നും പുറത്തിറങ്ങി വരികയും താൻ പാർട്ടിയിൽ നിന്നും രാജിവെക്കുകയാണെന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തത്. പശ്ചിമ ബംഗാൾ ഘടകം പാർട്ടിയുടെ നയം ലംഘിച്ചിരിക്കുകയാണ്. വ്യതിചലനം മാത്രമല്ല, പാർട്ടി നയത്തിന് യോജിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനം മാത്രമല്ല, ലംഘനമുണ്ടായിരിക്കുന്നു. അത് അതേ രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നും തുടർ നടപടികൾ ആവശ്യമാണ് എന്നാണ് ജഗ്മതി സാങ്വാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഇതിനുശേഷം ഈ പരസ്യ പ്രതികരണം നടത്തുകയുണ്ടായി. ഇതെല്ലാം പരിശോധിച്ച ശേഷമാണ് ഇവരെ പുറത്താക്കാനുള്ള ഒരു തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏതായാലും 3 ദിവസമായി തുടരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനങ്ങളും ചർച്ചകളുടെ വിശദാംശങ്ങളുമെല്ലാം തന്നെ വൈകുന്നേരം 4:30 മാധ്യമപ്രവർത്തകരെ കണ്ട് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിയമനങ്ങളിൽ വീണ്ടും ക്രമക്കേട്. പ്യൂൺ നിയമനത്തിന്റെ പേരിൽ ലക്ഷങ്ങളുടെ കോഴയെന്ന ആരോപണം. നിയമന ലിസ്റ്റ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ലിസ്റ്റ് പുറത്തായി. അതീവ രഹസ്യമായി ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ലിസ്റ്റാണ് പുറത്തായത്. ലിസ്റ്റ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്യൂൺ നിയമനത്തിന്റെ മറവിലാണ് ക്രമക്കേടുകൾ നടക്കുന്നത്. ദിവസവേതനക്കാർക്കായി സംവരണം ചെയ്യപ്പെട്ട ഒഴിവുകളിലേക്കാണ് ലക്ഷങ്ങളുടെ കോഴ ഇടപാടുകൾ നടന്നത്. ഔദ്യോഗികമായി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് തന്നെ റാങ്ക് ലിസ്റ്റ് പുറത്തിറങ്ങി. രജിസ്ട്രാറുടെ ഓഫീസിൽ അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട ലിസ്റ്റാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ലിസ്റ്റിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. ലിസ്റ്റ് കാണിച്ച ഉദ്യോഗാർത്ഥികളിൽ നിന്നും ലക്ഷങ്ങൾ കോഴ വാങ്ങിയതായും വിവരമുണ്ട്. ലിസ്റ്റിലുള്ളവർക്ക് UDF അനുകൂല സംഘടനകളിൽ അംഗത്വവും നൽകി. രജിസ്ട്രാറുടെയും വൈസ് ചാൻസലറുടെയും ഒരു വിഭാഗം സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും അനുമതിയോടെയാണ് ക്രമക്കേടുകൾ നടക്കുന്നതെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. പ്യൂൺ നിയമനത്തിലെ നടപടിക്രമങ്ങൾ നേരത്തെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. സ്റ്റേ നീക്കിയാലുടൻ നിയമനം നടത്താനാണ് നീക്കം. അതേസമയം ക്രമക്കേടുകൾ അന്വേഷിച്ച് കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് പറഞ്ഞു. ആരുടെ ഇടപെടൽ കൊണ്ടാണ് ഈ ക്രമക്കേട് ഉണ്ടായിട്ടുള്ളത് എന്ന് നല്ലപോലെ പരിശോധിച്ചാലേ മനസ്സിലാവുള്ളൂ. അതിനു മുമ്പ് ഇന്ന ആളാണ് അല്ലെങ്കിൽ ഇന്ന ബോഡിയാണ് അതിന് ഉത്തരവാദി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പരിശോധനയിൽ ആരാണ് ഇത്തരം ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി എന്നുള്ളത് കൃത്യമായി കണ്ടെത്തി അവർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാടെടുക്കും. നേരത്തെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ലക്ഷങ്ങളുടെ കോഴ ഇടപാടുകൾ പീപ്പിൾ TV ഒളിക്യാമറയിലൂടെ പുറത്തു കൊണ്ടുവന്നിരുന്നു. അന്ന് പ്രഖ്യാപിച്ച അന്വേഷണം എവിടെയും എത്തിയിട്ടുമില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഴിമതിയും ക്രമക്കേടുകളും തുടർക്കഥയാവുകയാണ്.
നടപടി സ്വീകരിക്കേണ്ട അധികൃതർ തന്നെയാണ് ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കുന്നതെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. PV കുട്ടൻ, കോഴിക്കോട്. ആൺകുട്ടികളുടെ ആധിപത്യവുമായി ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് റാങ്ക് പട്ടിക. ഒന്നാം റാങ്ക് എറണാകുളം സ്വദേശി റാം ഗണേഷിന്, തിരുവല്ല സ്വദേശി അക്ഷയ് ആനന്ദിനാണ് രണ്ടാം റാങ്ക്. തിരുവനന്തപുരം സ്വദേശി അശ്വിൻ S. നായർക്ക് മൂന്നാം റാങ്കും ലഭിച്ചു. അടുത്ത വർഷം മുതൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നും അപേക്ഷിക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് വ്യക്തമാക്കി. എഞ്ചിനീയറിംഗിന് ഈ വർഷം പരീക്ഷ എഴുതിയ 1,02,649 വിദ്യാർത്ഥികളിൽ 78,169 വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. ആദ്യ 10 റാങ്കുകളും ആൺകുട്ടികളാണ് കരസ്ഥമാക്കിയത്. എറണാകുളം സ്വദേശി റാം ഗണേഷ് വിക്കാണ് ഒന്നാം റാങ്ക്. തിരുവല്ല സ്വദേശി അക്ഷയ് ആനന്ദ് 2ഉം തിരുവനന്തപുരം സ്വദേശി അശ്വിൻ S. നായർ മൂന്നാം റാങ്കും കരസ്ഥമാക്കി. SC പട്ടികയിൽ മലപ്പുറം സ്വദേശി ഷിബൂസ് S. ഒന്നാം റാങ്കും തൃശൂർ സ്വദേശി ഋഷികേഷ് രണ്ടാം റാങ്കും നേടി. ST പട്ടികയിൽ കോട്ടയത്തുകാരൻ ആദർശ് S. ഒന്നാം റാങ്കും എറണാകുളം സ്വദേശി നമിത S. രണ്ടാം റാങ്കും കരസ്ഥമാക്കി. ആദ്യ 100 റാങ്കിൽ 90 എണ്ണം ആൺകുട്ടികൾ നേടിയപ്പോൾ കേവലം 10 റാങ്കുകൾ മാത്രമാണ് പെൺകുട്ടികൾക്ക് നേടാനായത്. അടുത്ത വർഷം മുതൽ എഞ്ചിനീയറിംഗ് പ്രവേശനം ഹയർ സെക്കൻഡറി സ്കൂളുകളിലൂടെ നടപ്പാക്കുമെന്ന് മന്ത്രി C. രവീന്ദ്രനാഥ് പറഞ്ഞു. അടുത്ത വർഷം അത് എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഓൺലൈൻ സംവിധാനം ഉണ്ടാക്കി അതാത് സ്കൂളുകളിൽ തന്നെ എൻട്രൻസ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള സാധ്യത ഉണ്ടാക്കും. അതാത് സ്കൂളുകളിലെ IT ടീച്ചേഴ്സിനെ തന്നെ അത് എങ്ങനെ അപേക്ഷിക്കണം എന്ന് പഠിപ്പിക്കാൻ ചുമതല ഏൽപ്പിക്കും. 119 കോളേജുകളിലായി ഈ വർഷം എഞ്ചിനീയറിംഗിന് 23,222 സീറ്റുകളാണുള്ളത്. 5,232 സർക്കാർ സീറ്റുകളും. സ്വാശ്രയ കോളേജുകളുമായുള്ള കരാറിന്റെ കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്നും മന്ത്രിയും എൻട്രൻസ് കമ്മീഷണറും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ തിരിച്ചറിയൽ പരേഡ് ഉച്ചയ്ക്ക് 3 മണിക്ക് നടക്കും. കാക്കനാട് ജില്ലാ ജയിലിൽ വെച്ചാണ് പരേഡ്. കുന്നുംപുറം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ് തിരിച്ചറിയൽ പരേഡ് നടക്കുക. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. ഉമേഷ്, ഇനി അല്പസമയം മാത്രമാണുള്ളത് തിരിച്ചറിയൽ പരേഡിനായി. എല്ലാ നടപടിക്രമങ്ങളും ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചോ? മറ്റു വിവരങ്ങൾ? അല്പസമയത്തിനകം തന്നെ തിരിച്ചറിയൽ പരേഡ് നടക്കുമെന്ന് തന്നെയാണ് നമുക്കറിയുന്നത്. കുന്നുംപുറം മജിസ്ട്രേറ്റിനെയാണ് അതിനായി ചുമതലപ്പെടുത്തിയിരുന്നത്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് എത്തും. അതിന് പിറകെ തന്നെ സാക്ഷികളും ഇവിടെ ജില്ലാ ജയിലിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. 3 മണിയോടെ തന്നെ തിരിച്ചറിയൽ പരേഡ് ആരംഭിക്കും. പ്രധാനമായും സാക്ഷികളായി പോലീസ് കണക്കാക്കിയിരിക്കുന്നത് അമീറുൽ ഇസ്ലാം താമസിച്ചിരുന്ന കെട്ടിടത്തിൻ്റെ ഉടമ ജോർജ്, അമീറുൽ ഇസ്ലാം ചെരുപ്പ് വാങ്ങിയ കടയുടെ ഉടമ, ഈ ചെരുപ്പ് അമീറിൻ്റേതാണ് എന്ന് തിരിച്ചറിഞ്ഞ അമീറിൻ്റെ 2 സുഹൃത്തുക്കളുണ്ട്. അവർ അമീറിൻ്റെ റൂമിലാണ് താമസിച്ചിരുന്നത്. അവരെയും തിരിച്ചറിയൽ പരേഡിന് ഇവരെ തിരിച്ചറിയാനായി കൊണ്ടുവരുന്നുണ്ട്. ഇതുകൂടാതെ ഈ കൊലപാതകം നടന്ന ദിവസം ജിഷയുടെ വീടിന് സമീപത്ത് നിന്ന് സംശയാസ്പദമായ നിലയിൽ യുവാവിനെ കണ്ടു എന്ന് പറയുന്ന 2 സ്ത്രീകളുണ്ട്. അവരെയും തിരിച്ചറിയൽ പരേഡിന് കൊണ്ടുവരും എന്നാണ് അറിയുന്നത്. ഇത്തരത്തിൽ 7 പേരോളം ഉണ്ടാകും എന്നാണ് അറിയുന്നത്. ഇതുകൂടാതെ ജയിലിനകത്ത് ഈ അമീറുൽ ഇസ്ലാമുമായി സാദൃശ്യമുള്ള ഇതര സംസ്ഥാനക്കാരടക്കമുള്ളവരെയാണ് ഈ തിരിച്ചറിയൽ പരേഡിനായി നിർത്തുക. 3 മണിയോടെ തന്നെ തിരിച്ചറിയൽ പരേഡ് നടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് നീണ്ടുപോവുകയാണെങ്കിൽ ഒരുപക്ഷെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷ ഇന്ന് പോലീസിന് സമർപ്പിക്കാനാവില്ല. അങ്ങനെയാണെങ്കിൽ നാളെ ആയിരിക്കും അമീറുലിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് വിചാരണ കോടതിയായ കുറുപ്പമ്പടി കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുക. ഇപ്പോൾ ഇന്ന് നടക്കുന്നത് തിരിച്ചറിയൽ പരേഡ് മാത്രമാകും. ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങുക എന്നത് സമയം ഇത്രയധികം എത്തിയിരിക്കുന്നു. 3 മണിയോട് അടുത്തിരിക്കുന്നു. 5 മണി വരെ മാത്രമേ ഉള്ളൂ. അതിനോടകം തന്നെ തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാക്കി കസ്റ്റഡിയിൽ വാങ്ങുക, അത് അത്ര എളുപ്പമാണോ അതോ നാളത്തേക്ക് തന്നെ മാറ്റേണ്ടി വരുമോ? അറിയാൻ കഴിയുന്നത് തിരിച്ചറിയൽ പരേഡ് തുടങ്ങിയാൽ എങ്ങനെയായാലും 1.5 മണിക്കൂർ എടുക്കും എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പിന്നീട് സ്വാഭാവികമായും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമ്പോൾ പ്രതിയെ കുറുപ്പമ്പടി കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതിനുവേണ്ട സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. അവിടെ കൊണ്ടുപോയി ഈ അപേക്ഷ സമർപ്പിക്കുകയും മറ്റും ചെയ്യണം. അത് ഇന്ന് തന്നെ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കൃത്യം 3 മണിക്ക് തന്നെ തിരിച്ചറിയൽ പരേഡ് തുടങ്ങിയാൽ തന്നെ ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. കഴിയുന്നതും വേഗം ഇത് പൂർത്തിയാക്കണമെന്നാണ് അന്വേഷണ സംഘം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് കൃത്യമായ ഉത്തരം പറയാനാവില്ല. പരമാവധി വേഗം തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാക്കിയാൽ ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. വ്യക്തമാണ്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ജിഷ കൊലപാതക കേസിലെ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ തിരിച്ചറിയൽ പരേഡ് അല്പസമയത്തിനകം തന്നെ നടക്കും.
അന്യസംസ്ഥാന തൊഴിലാളികളുടെ സമഗ്ര വിവരശേഖരണ പദ്ധതി അട്ടിമറിച്ചത് മുൻ തൊഴിൽ മന്ത്രി ഷിബു ബേബി ജോൺ ആണെന്ന ആരോപണവുമായി മുൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ. സംസ്ഥാനത്ത് ആദ്യമായി അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയ ഹെൽത്ത് കാർഡ് പദ്ധതിയിൽ നിന്ന് രാഷ്ട്രീയ പ്രേരിതമായി തൊഴിൽ വകുപ്പ് പിന്മാറിയെന്നും എസ് ജയമോഹൻ പറഞ്ഞു. സംസ്ഥാനത്ത് ആദ്യമായി അന്യസംസ്ഥാന തൊഴിലാളികൾക്കായി ഹെൽത്ത് കാർഡ് ഏർപ്പെടുത്തിയത് കൊല്ലം ജില്ലാ പഞ്ചായത്തായിരുന്നു. ജില്ലാതല ഉദ്ഘാടനം കരവാളൂർ പഞ്ചായത്തിൽ 2013 നടക്കുകയും ചെയ്തു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിരലടയാളവും രക്തപരിശോധന വരെ നടത്തിക്കൊണ്ടുള്ള സമഗ്ര സർവേ നടത്താനായിരുന്നു ആദ്യഘട്ടത്തിൽ തൊഴിൽ മന്ത്രി കൂടി പങ്കെടുത്ത് തീരുമാനിച്ചത്. എന്നാൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥരെ മന്ത്രി ഇടപെട്ട് പിൻവലിക്കുകയായിരുന്നുവെന്ന് മുൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ പറഞ്ഞു. അങ്ങനെ എല്ലാ തൊഴിലാളികളെയും കൊല്ലം ജില്ലയിൽ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ കേരളത്തിലാകെ അന്യ സംസ്ഥാനക്കാർക്ക് പ്രത്യേകമായ രജിസ്ട്രേഷൻ ക്ഷേമനിധി എല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ അവർ ചെയ്താൽ ഓഫീസ് നോക്കി തന്നെ നമുക്ക് രേഖ വെച്ചവരെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. ആ സ്ഥിതി ഇല്ലാതാക്കിയത് കഴിഞ്ഞ ഗവൺമെൻറ് തൊഴിൽ വകുപ്പ് മന്ത്രി മിസ്റ്റർ ഷിബു ബേബി ജോണുമാണ്. പദ്ധതി സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ജിഷ കൊലക്കേസിൽ അന്വേഷണത്തിൽ പോലീസിന് സഹായകരമായേനെ. തൊഴിലാളികളുടെ ചിത്രം, മേൽവിലാസം, രക്തഗ്രൂപ്പ്, രോഗനിർണയ വിവരം, വിരലടയാളം, രക്ഷിതാക്കളുടെ വിവരം, തൊഴിൽ ദാതാവ്, അക്കൗണ്ട് നമ്പർ തുടങ്ങിയവയാണ് ഹെൽത്ത് കാർഡിനായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആദ്യഘട്ടത്തിൽ 40,000 പേരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചത്. കൊല്ലം ജില്ലയിൽ മാത്രം 1,00,000-ലധികം അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ടാകാമെന്നാണ് അനൌദ്യോഗിക കണക്ക്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. തിരികെ വാർത്തകളിലേക്ക്. കോഴിക്കോട് ജില്ലാ ആരോഗ്യ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം. 10,000-ലേറെ പേർ പനി കാരണം ചികിത്സ തേടിയതായി സ്ഥിരീകരിച്ച കണക്കുകളുണ്ട്. വയറിളക്കത്തെ തുടർന്ന് 2 കുട്ടികൾ കഴിഞ്ഞ ദിവസം ജില്ലയിൽ മരിച്ചിരുന്നു. ജില്ലയിലെ വിവിധ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലടക്കം 11,680 പേർ പനി കാരണം ചികിത്സ തേടിയതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. സ്ഥിരീകരിക്കാത്ത കണക്കുകൾ ഇതിലും കൂടുതലാണ്. കാലവർഷം ശക്തമായതോടെ ജില്ലയിൽ ജലജന്യ രോഗങ്ങളും പടർന്നു പിടിക്കുന്നു. 2 കുട്ടികൾ മരിച്ച വടകരയിലടക്കം 4,142 വയറിളക്കബാധ കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ഡെങ്കിപ്പനി, എലിപ്പനി, മലേറിയ എന്നീ രോഗങ്ങളും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആശങ്ക പരത്തുന്ന വിധത്തിൽ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ റാപ്പിഡ് ആക്ഷൻ ടീം രൂപീകരിച്ച് പകർച്ചവ്യാധി തടയാനുള്ള നടപടികൾക്ക് ജില്ലാ പഞ്ചായത്ത് തുടക്കം കുറിച്ചതായി പ്രസിഡന്റ് ബാബു പറശ്ശേരി പറഞ്ഞു. ഇതിന് ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ DMIയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച് ജില്ലയിൽ ഇതിൻ്റെ ജാഗ്രതയായ പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ സേവനം ഒന്നുകൂടി ഉറപ്പാക്കിയിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പരിശോധന, ജ്യൂസ് കടകൾ, ഹോട്ടലുകളുടെ പരിസരം, ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നതിനാവശ്യമായ ഒരു പ്രവർത്തനം കൂടി ഇവിടെ ഇതിൻ്റെ ഭാഗമായി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജനങ്ങൾക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സിറിയൻ ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവയ്ക്ക് നേരെ ചാവേർ ആക്രമണം. ബാവ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ബാവയുടെ ജന്മനാടായ സിറിയയിലെ ഖാമിഷ്ലി ജില്ലയിലെ ഖാദിയിൽ വെച്ചാണ് ആക്രമണമുണ്ടായത്. സംഭവത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. സിറിയയിലെ ഖാഷ്മിലി ജില്ലയിലെ ഖ്വാദിയിൽ വെച്ചായിരുന്നു ഓർത്തഡോക്സ് സഭാതലവൻ പരിശുദ്ധ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവയ്ക്ക് നേരെ ആക്രമണമുണ്ടായത്. ശരീരത്തിൽ ബോംബ് ഘടിപ്പിച്ചെത്തിയ ചാവേർ ബാവയുടെ സമീപത്തെത്തും മുൻപ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ബാവയുടെ സംരക്ഷണ ചുമതലയുള്ള സുദൂറോ എന്ന സുരക്ഷാസേനയിലെ അംഗങ്ങൾ തടഞ്ഞതിനാൽ ഇയാൾക്ക് ബാവയുടെ അടുത്തെത്താൻ കഴിഞ്ഞില്ല. സ്ഫോടനത്തിൽ ചാവേറിനൊപ്പം ബാവയുടെ അംഗരക്ഷകരിൽ ഒരാളും കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഖ്വാദിയിൽ 1915 സെയ്ഫോ കൂട്ടക്കൊലയിൽ മരിച്ചവരെ അനുസ്മരിക്കാൻ സംഘടിപ്പിച്ച ചടങ്ങിനിടെയായിരുന്നു ആക്രമണം. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ കൂടുതൽ സേനയെ സിറിയയിലേക്ക് അയക്കണമെന്ന് സഭാ നേതൃത്വം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്. സിറിയൻ ഓർത്തഡോക്സ് സഭാ തലവൻ പരിശുദ്ധ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവയ്ക്ക് നേരെ നടന്ന ചാവേർ ആക്രമണത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായി അപലപിച്ചു. ബാവയെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മുഴുവൻ പേരുടെയും ഉത്കണ്ഠയിലും ആശങ്കയിലും പങ്കുചേരുന്നു. അത്യന്തം ദുഃഖകരമാണ് സിറിയയിലുണ്ടായ അനിഷ്ട സംഭവമെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു. മൺകട്ടയിൽ
നിർമ്മിച്ച പുല്ലുമേഞ്ഞ ചോർന്നൊലിക്കുന്ന കൂരയിൽ ജീവിതം തള്ളി നീക്കുകയാണ് 3 പതിറ്റാണ്ടായി കാസർഗോഡ് അദൂരിലെ ചന്ദ്രന്റെ കുടുംബം. ചെർക്കള ജാൾസൂർ അന്തർ സംസ്ഥാന പാതയോരത്തെ പുറമ്പോക്കിൽ കഴിയുന്ന ചന്ദ്രന്റെ കുടുംബം പട്ടയഭൂമിക്കും സുരക്ഷിത വീടിനും വേണ്ടി അധികൃതരുടെ കാരുണ്യം തേടുകയാണ്. കൂലിപ്പണിയെടുത്താണ് ഈ കുടുംബം നിത്യവൃത്തിക്ക് വഴി കണ്ടെത്തുന്നത്. ചെങ്കൽ ക്വാറികളിൽ ദിനവേതനത്തിന് കൂലിപ്പണിയെടുക്കുന്ന ചന്ദ്രനും കർഷക തൊഴിലാളിയായ ഭാര്യ സരോജിനിക്കും 3 പതിറ്റാണ്ടായുള്ള സ്വപ്നമാണ് സുരക്ഷിതമായ വീടും കിടപ്പാടത്തിന് പട്ടയവും. കുടുംബസ്വത്തൊന്നും ഇല്ലാതിരുന്ന ചന്ദ്രൻ വിവാഹത്തിന് ശേഷം ഭാര്യയോടൊപ്പം ജീവിതം കെട്ടിപ്പടുക്കുവാൻ കണ്ടെത്തിയത് ചെർക്കള ജാൾസൂർ അന്തർ സംസ്ഥാന പാതയുടെ ഓരത്തെ പുറമ്പോക്ക് ഭൂമിയാണ്. പുല്ലുമേഞ്ഞ കൂര കെട്ടി അവിടെ താമസം തുടങ്ങി. ചോരുന്ന കുടിലിനെ രക്ഷിക്കാൻ ഇപ്പോൾ പ്ലാസ്റ്റിക് ടാർപ്പായി ഉപയോഗിക്കുകയാണ്. മുറ്റത്തോട് ചേർന്നുള്ളത് കേരള റിസർവ് വനമാണ്. ഇഴജന്തുക്കൾ മുതൽ കാട്ടാനകൾ വരെ ഭയപ്പെടണം. 2001 തുടങ്ങിയതാണ് കിടപ്പാടത്തിന് പട്ടയത്തിനായുള്ള ചന്ദ്രന്റെ നെട്ടോട്ടം. സ്ഥലമില്ലാത്തതിനോട് വീട് തരുന്നില്ല എന്ന് പഞ്ചായത്ത് എന്ന് പറഞ്ഞു. ഗവൺമെന്റിന്റെ ഒരു അനുകൂലം നമുക്ക് ഇല്ല. കൂലിപ്പണിയെടുത്തിട്ട് പിന്നെ ഒരു വീട് വെക്കാൻ പറ്റില്ലല്ലോ. കാറടുക്ക ഗ്രാമപഞ്ചായത്ത് താൽക്കാലിക വീട്ടു നമ്പർ നൽകിയതിനാൽ കുടിലിന് വൈദ്യുതി ലഭിച്ചു. പട്ടയമില്ലാത്തതിനാൽ വീട് ലഭിച്ചില്ല. കൂലിപ്പണിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് വീട് നിർമ്മിക്കാൻ ഈ കുടുംബത്തിന് കഴിയുന്നില്ല. 3 കുട്ടികളുണ്ട് ഈ ദമ്പതികൾക്ക്. എന്നെങ്കിലും തങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ചന്ദ്രന്റെ കുടുംബം. അന്തർ സംസ്ഥാന പാതയോരത്തെ പുറമ്പോക്ക് ഭൂമിയിൽ ഈ കുടുംബം താമസം തുടങ്ങിയിട്ട് 30 വർഷത്തോളമായി. ഇവരുടെ കൈവശ ഭൂമിക്ക് ഇതുവരെയും പട്ടയം ലഭിച്ചിട്ടില്ല. സർക്കാരിൽ നിന്നും കാരുണ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ചന്ദ്രനും കുടുംബവും. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്.